ഇന്നിന്റെ പണ്ടത്തെ ഒരു സ്വപ്നം പൊടി തട്ടിയെടുക്കാൻ പോകുന്ന ദിവസം. സംഭവം എന്താ പറയുമ്പോ യാത്രക്കിടെ പരിചയപ്പെട്ട സുഹൃത്തിനെ കാണിച്ചാൽ ഇയാളെ പേരാണ് കൂറ. നമ്മളെ KSRTC എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇയാളും നമ്മളെ കൂടെ ജിൽജിലടിക്കാൻ യാത്രക്കുണ്ട്. ഇനി പൊടി തട്ടിയെടുക്കാൻ പോകുന്ന സ്വപ്നം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മോഡലൊക്കെ ആയിട്ട് റാമ്പ് കൂടെ ഒക്കെ നടക്കും. ആ സംഭവം തന്നെ. അങ്ങനെ നമ്മൾ രാമനാട്ടുകാരെത്തിയപ്പോ നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് നേരെ ഈ ഒരു ഹോട്ടൽ. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ബാക്കി മോഡൽസ് ഒക്കെ എത്തി. ഇന്ത്യ ഈ പഴയ ആഗ്രഹം പൊടി തട്ടിയെടുക്കാൻ സഹായിച്ചത് കേരളത്തിലെ വെൽ നോൺ കമ്പനിയായ ഡിലൈറ്റ് മോഡലിംഗ് കമ്പനി ആട്ടോ. ഇതാണ് കമ്പനിന്റെ മൊയിലാണ്. ആളെ കാണാനൊരു സിംഹത്തിന്റെ മാതിരിയാണെങ്കിലും ശുദ്ധമോ എന്താ പറച്ചോനല്ലാതെ എല്ലാവർക്കും കൊടുക്കൂലല്ലോ ഉള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. പിന്നെ അങ്ങനെ ഫ്രഷേഴ്സിന് എല്ലാവരും ലൈനപ്പാക്കിട്ട് ഓൽക്കുള്ള കൊറിയോ സ്റ്റാർട്ട്. സംഭവം ഞാനും ഫ്രഷറൊക്കെ ആണെങ്കിലും എന്റെ കാറ്റഗറി വേറെ. ഓലൊക്കെ വെസ്റ്റേൺ കോസ്റ്റ്യൂംസിലാണ്. ഞാൻ ഗ്രൂമിങ്ങിന്റെ സെക്ഷനിലാണ്, അതായത് കോട്ട് സൂട്ട് ഇട്ടിട്ട്. പിന്നെ അഫ്ലു എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് മാസാക്കി ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് അറിയണല്ലേ. ഈ മോണ്ണനെ പിന്നെ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയില്ല. അതിനെന്തിനോ കൈമ പിടിച്ചു. പിന്നെ ഇങ്ങനെ വെസ്റ്റേൺ സെക്ഷനിലുള്ളവരെ നേരത്തെ നിർത്തിയിട്ട് ഓൽക്കുള്ള ക്ലാസ് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. പിന്നിലിരുന്ന് മോട്ടിവേഷൻ കേട്ട് ഞാനൊരു രോമാഞ്ച് പുളകത്തിന്. അതിന്റെ അടുക്കാണ് ഒരുത്തവിടെ 2 ദിവസമായിട്ട് ജിമ്മിന് പോണതിന്റെ ഷോ ആണ്. എനിക്കുണ്ടായിരുന്നു കയ്യും ഇതേമാതിരി 2 ഉരുള. സാഹചര്യ സമ്മർദ്ദം മൂലം അത് വീട്ടിൽ വെച്ച് പോകുന്നു. സംശയമുള്ളവർക്ക് ഞാൻ വീട്ടിൽ എത്തിയിട്ട് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ലതും കേൾക്കാൻ കയറി. അവിടെ നീ മനസ്സിന്റെ ഉരുള പിഞ്ഞും കൂട്ടർന്ന് പറഞ്ഞിട്ട് 5-6 കോയിമുട്ട എടുത്ത് മുങ്ങും. അങ്ങനെ പള്ളക്രാത്താക്കി ഹോട്ടലിൽ തന്നെ തിരിച്ചെത്തി. ഇനി ഗ്രൂമിംഗ് സെക്ഷന്റെ കൊറിയാണ്. കോസ്റ്റ്യൂം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങണ കരുതുണ്ടായി നമ്മൾ ട്രയലിന് ഇട്ടുകയാണ്. ഈ തന്തര കണ്ട തമിഴ്നാട്ടിലെ ചായപ്പീടിയിൽ നിൽക്കുന്ന അണ്ണന്മാരെ മാരില്ല. അങ്ങനെ കൊറിയോ ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ അതും നമ്മൾ വൃത്തിക്ക് ചെയ്തു. ഇത് കാണുമ്പോൾ പലർക്കും ഒരു പറച്ചിലുണ്ടാവും കാറ്ററിംഗ് പണിയാണ്, മറ്റേതാണ് മറിച്ചേതാണ്. അല്ല ഈ കാറ്ററിംഗ് പറയുമ്പോൾ ചിരിക്കാൻ മാത്രം എന്താ ഇത്ര മോശം പണിയാണ്. പിന്നെ ഈ ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഫുള്ള് പെർഫെക്റ്റ് ആണല്ലോ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പടച്ചോൻ എല്ലാവർക്കും എല്ലാതും കൊടുക്കില്ല. ഇത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി ഇറക്കുന്ന ലൊക്കേഷനിൽ എത്തി. ഇവിടെ ട്വിസ്റ്റ് ആയിട്ടുണ്ട്. ചെറിന്തള്ള 1.5 കിലോ പുട്ടിയടിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യമായിട്ട് ചിലക്കണുണ്ട്. ഞാനൊന്ന് കണ്ണീരിച്ചപ്പോൾ ഷെബിയോടെ പുട്ടിയടിക്കാനിരിക്കുന്നു. ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ആണ്, ഇക്കതിനൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ പോക്കിന് അതൊന്നും പറഞ്ഞാൽ പറ്റൂല. 1.5 കിലോ പുട്ടി ഇതിന് മസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇഞ്ഞിരുത്തി പുട്ടിയടിച്ചു. പുട്ടിയടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് റിഞ്ച തള്ളനെ കാണുന്നത്. പക്ഷെ ട്വിസ്റ്റ് എന്ന് വെച്ചപ്പോൾ വേറെ ടീമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പെട്ട് ഞെറ്റിപ്പട്ടും കെട്ടി ലസിത്തള്ള. എന്താ സംഭവം ചോദിച്ചു പറയാണ് വെഡിങ് ഗസ്റ്റിന്റെ റോൾ അത്ര. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങളോട് പറയാനുള്ളത് മാറ്റിയൊരുങ്ങി ഞെറ്റിപ്പട്ട പോത്തിന് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. അതും കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ ഡിലൈറ്റിന്റെ മുതലാളി കർട്ടൻ തുണിയോട് കൊട്ടടിച്ചു വരും. അതും സംഭവം മോഡലാത്ര. ഒക്കെ കഴിഞ്ഞ് സ്റ്റേജ് മോഡ് നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ച. ആ യൂത്തിന്റെ ഇടയിൽ ആ വെല്ലിപ്പാക്ക് നിൽക്കാനുള്ള കോൺഫിഡൻസിന്റെ സെലൂട്ട്. പിന്നെ ഈ നടക്കുന്ന ഒരു 3 വയസ്സായ കുട്ടിയാട്ടോ. ഇനി ഇന്റെ പുളി അവരെവിടെ ചോദിക്കുന്നവരോട് അഫ്ലൂസത്തിലൊരു മുതൽ റീൽ ഇറക്കിയിട്ടുണ്ട്, അതിൽ ചെക്കൗട്ട് ചെയ്താൽ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഫോളോ ചെയ്ത അടുത്ത വീഡിയോയിൽ കാണാം.